കുരങ്ങൻ്റെ അവിടെ നിന്ന് പോകാൻ വേണ്ടി വന്നേനെ. നിൽക്കണവനാ വയ്യ എൻ്റെ അടുത്ത്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോവുകയാണ്. അതായത് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ തന്നെ പ്ലാൻ ചെയ്ത പരിപാടിയാണിത്, കുടുംബകോവിലിൽ പോവുക എന്നുള്ളത്. അപ്പം ഞാനിതാ രാവിലെ ഇതിപ്പോൾ 6 മണിയായി കെട്ടിയൊരുങ്ങി നിൽപ്പുണ്ട്. എൻ്റെ അനിയത്തി ഇവിടെ കെട്ടിയൊരുങ്ങി നിൽപ്പുണ്ട്. ഈ കൂളിംഗ് ഗ്ലാസ് എന്തിനാണെന്ന് ഓക്കെ ഫൈൻ. അതോ എൻ്റെ മമ്മി, ഇതാണ് ബർത്ത്ഡേ ഗേൾ. എന്തോ വെള്ളമൊക്കെ എടുത്ത് തളിച്ച് തന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ രാവിലെ കുളിച്ചതാണ്. എന്നിട്ട് അമ്മ ഇതാ ഇപ്പോൾ എന്തൊക്കെ എടുത്ത് തളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം വഴിക്കണം. ബൈ. അപ്പോൾ ഞങ്ങളിന്നൊരു ട്രഡീഷണൽ വൈബിലാണ് എല്ലാവരും. അച്ഛനമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് മൈക്കിലൊക്കെയാണ് വ്ളോഗ് എടുക്കുന്നത്. കാരണം നമുക്ക് മൈക്ക് സ്പോൺസർ ചെയ്തത് എൻ്റെ ഫ്രണ്ട്സായി. ഉള്ള ഗണപതി ക്ഷേത്രത്തിൽ അമ്മ തേങ്ങ അടിക്കാൻ പോവുകയാണ്. അപ്പം ഞാനും കൂടെ പോകുന്നുണ്ട്. നമുക്ക് തൊഴുതിട്ട് വരാം. എന്തായാലും നമ്മളിന്ന് രാവിലെ തൊട്ട് അമ്പലത്തിൽ തൊഴാൻ ഇറങ്ങി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരുന്നു പൊന്നു? ഇതെന്താ അകത്ത് കൊടുക്കാനുള്ളതാണ് തട്ട. അപ്പം ഇത് കുമാരകോവിലാണ്, അതായത് മുരുകൻ്റെ ക്ഷേത്രമാണ്. നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഗൈസ്. എൻ്റെ അമ്മ അവിടെ പഴം കൊടുത്തിടാ ഗൈസ്. ഇവിടെ നിറയെ കുരങ്ങന്മാരാണ്. നമ്മൾ തൊഴുതിട്ടിറങ്ങി. അപ്പോൾ ഇവിടെ ഒരു കോമഡിയൊക്കെ നടന്നു ഗൈസ്. അടുത്ത് അമ്മ അകത്ത് കുരങ്ങനുണ്ടായിരുന്നു. നിറയെ കുരങ്ങന്മാരുള്ളതുകൊണ്ട് കുരങ്ങന് പഴം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനെ കൊടുക്കേണ്ട, ചുമ്മാ ഇരിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മ എന്നിട്ട് ഒരു പഴം കൊണ്ട് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ഒരു കുരങ്ങൻ നേരെ എൻ്റെ പാവാടയിൽ വന്ന് പിടിച്ചിട്ട് അതെന്നെ വിടണില്ല ഗൈസ്. പിന്നെ ഒരു കുരങ്ങനെ ഒരു പഴം കൊടുത്തപ്പോഴാണ് കുരങ്ങൻ എന്നെ വിട്ടതില്ലെങ്കിൽ കുരങ്ങൻ്റെ അവിടെ നിന്ന് പോകാൻ വേണ്ടി വന്നേനെ. അപ്പം നമ്മൾ ഇറങ്ങി, കോലിയും തൊഴുതിട്ട് ഇറങ്ങി. എൻ്റെ തൊട്ട് താഴെ ചായക്കട ഉണ്ട്. അവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ചായ കുടിച്ചിട്ട് നമ്മളിനി അടുത്ത കോവിലോട്ട് പോകും. അപ്പോൾ ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വന്നാൽ നമുക്കത് നല്ല സൂപ്പർ മുരിഞ്ഞ വട ഗൈസ്. ഭയങ്കര മുരിഞ്ഞിരിക്കണം. നന്നു. ഓക്കെ, അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ വട കഴിക്കാൻ പോവുകയാണ്. വട എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല മുരിഞ്ഞ വട. കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വട അടിപൊളിയായിരിക്കും. പിന്നെ ഗൈസ് ഈ കമ്മൽ എങ്ങനെയുണ്ട്? എൻ്റെ അല്ല, സ്വാതിയുടെയാണ്. താങ്ക് യു സ്വാതി. എന്നാലും ഞാൻ സ്വാതിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് എടുത്തോണ്ട് വന്നതാണ്. സ്വാതി എടുത്തോണ്ട് വന്നതല്ല, ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പം ഞാനതെടുത്ത് ഇന്ന് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തു. പക്ഷെ നല്ല രസമില്ലേ? കുപ്പിവളയൊക്കെ ഉണ്ട് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിലും ഈ കോവിലൊക്കെ പോയി തൊഴുതിട്ട് വന്നിട്ട് ഒരു ചായ, മസാല ദോശ അല്ലെങ്കിൽ നെയ്യ് റോസ്റ്റ്. ഞാൻ മസാല ദോശ ഫാനല്ല, ഞാൻ നെയ്യ് റോസ്റ്റ് ഫാനാണ്. അപ്പം നെയ്യ് റോസ്റ്റ്, ചായ, ഇങ്ങനത്തെ സാധനം കഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. അപ്പോൾ ഗൈസ് നമ്മളിതാ ക്ഷേത്രത്തിൽ കയറി. അപ്പോൾ ഇവിടുത്തെ ഇതെന്ന് വെച്ചാൽ ഇവിടെ ചേച്ചിയും അനിയത്തിയാണ്. ഇത് നമ്മൾ ആദ്യം കയറിയത് അനിയത്തി ഇവിടെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ദേവിക്ക് വെക്കാനുള്ളതെല്ലാം. അപ്പോൾ ഇത് നമുക്ക് ദേവിക്ക് വെക്കാം. ഇവിടെ അത്യാവശ്യം അടിപൊളി വ്യൂ ആണ് ഗൈസ്. കണ്ടോ ഗൈസ്, നമുക്ക് പൂ കിട്ടി ഗൈസ്. പൂ വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് ഗൈസ്. ഇതാണ് രണ്ടാമത്തെ ക്ഷേത്രം. ഇൻവെർട്ടർ ആയിട്ടുള്ള ഗോവർദ്ധന് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള എന്റെ കുടുംബത്തിന്റെ കൂടെ വന്നപ്പോ എന്താണ് പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ അമ്മയുടെ ഫോട്ടോ സെഷനാണ് ഇവിടെ നടക്കുന്നത്. ബർത്ത്ഡേ ഗേളായിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞു. അച്ഛന് കാല് വയ്യാത്തതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വന്നില്ല. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ പൊങ്കലാണ് ഓർഡർ ചെയ്തത്. അച്ഛൻ പൂരി, അമ്മ പൊങ്കൽ, പൊന്നു അവളുടെ ഫ്രണ്ടും നെയ്യ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. തമിഴ്നാട്ടിൽ വന്നിട്ട് പൊങ്കൽ കഴിക്കാതെ പോകുന്നത് മോശമാണല്ലോ, അതുകൊണ്ട് ഞാൻ പൊങ്കൽ ഓർഡർ ചെയ്തു. കഴിച്ചിട്ട് ഇറങ്ങി എല്ലാവരും. നമ്മളിനി കന്യാകുമാരി പോകാനുള്ള പ്ലാനാണ്. പോവോ ഇല്ലയെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പോവുകയാണെങ്കിൽ ഞാൻ ആ വ്ളോഗ് എടുക്കും.
ഗൈസ് നമ്മളപ്പോൾ കന്യാകുമാരി എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്, വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഗൈസ് സൺസ്ക്രീൻ ഒന്നും എടുത്തില്ല. സൺസ്ക്രീൻ ഒന്നും എടുക്കാതെ ആരും കന്യാകുമാരി വരരുത്. നമ്മൾ സ്പോട്ട് പ്ലാൻ ചെയ്താണ് ഇങ്ങോട്ട് എത്തിയത്, അതുകൊണ്ട് സൺസ്ക്രീൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ പൊട്ടൊക്കെ പോയി. ഗൈസ് നമുക്കിനി അങ്ങോട്ട് പോയിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. ആഫ്റ്റർ എ ലോങ് 19 വർഷത്തിന് ശേഷമാണ് നമ്മൾ കന്യാകുമാരിയിലോട്ട് വരുന്നത്. എനിക്ക് 19 വർഷത്തിന് മുന്നേ ഉള്ള കന്യാകുമാരി മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, പണ്ടത്തെ പോലെയാണെന്നൊക്കെ. പൊന്നും അച്ഛനൊക്കെ വരുന്നുണ്ട്. അമ്മ 19 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വരുന്നതിനോട് എന്താണ് പറയാനുള്ളത്? കന്യാകുമാരി കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. നമ്മൾ 19 ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നപ്പോൾ എന്തെല്ലാം മാറ്റമെന്നാണ്. വണ്ടി അങ്ങറ്റം വരെ പോവായിരുന്നു. അതെ, ഫസ്റ്റ് നമ്മൾ വന്ന സമയത്തൊക്കെ വണ്ടി നമുക്ക് ബീച്ചിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇപ്പം പാർക്കിംഗ് ഒക്കെ വന്ന് ഫുൾ ഫെസിലിറ്റീസൊക്കെ മാറി. ഞാനും അന്ന് കൊച്ചായിരുന്നു ഗൈസ്, എനിക്കന്ന് 3 വയസ്സെന്തേ ഉള്ളൂ. അപ്പം ആ ഒരു ഓർമ്മ മാത്രമേ എനിക്കേ ഉള്ളൂ, വലിയ ഓർമ്മയില്ല. എനിക്ക് ഈ വർഷം 22 വയസ്സാകുമ്പോൾ 3 വയസ്സിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ 22ാമത്തെ വയസ്സിലാണ് കന്യാകുമാരിയിലോട്ട് ലാൻഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ട് അവിടെ, എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ നോക്കാം നമുക്ക്. ഇവിടെ ഉള്ളവർക്ക് കുറച്ച് മുട കൂടുതലാണ്, എനിക്ക് പിടിക്കുള്ള അങ്ങോട്ട്. അത്യാവശ്യം ഭയങ്കര മുട കാണിക്കുന്നുണ്ട് അവന്മാരെല്ലാം. പ്രത്യേകിച്ച് മലയാളികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഭയങ്കര മുട. നമ്മൾ കന്യാകുമാരി എത്തിയിരിക്കുന്ന അതായത് 19 വർഷത്തിന് ശേഷം ഞാൻ ഇവിടെ കടലിൽ ഇറങ്ങാൻ പോവുകയാണ്. അന്ന് അച്ഛനും അമ്മയും ഞാനും ആയിരുന്നു. ഇന്ന് അച്ഛനും അമ്മയും ഇറങ്ങണില്ല, ഞാൻ മാത്രം ഇറങ്ങണുള്ളൂ. നോക്കാം. ഞാനും ഇറങ്ങി ഇങ്ങോട്ട്, പക്ഷെ വെള്ളം ഇങ്ങോട്ട് വന്നില്ല. തണുത്ത വെള്ളം ഗൈസ്, നല്ല രസമാണ്. നമ്മൾ ഇത് പ്രീ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് തുണിയൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയത് അമ്മതോ കാലം എനിക്ക് വേണ്ടി പോവുകയാണ്. 19 years വേണ്ട ഗൈസ്. ഈ നിൽക്കണവനാ വയ്യ, എൻ്റെ അടുത്ത് ചിരിച്ചോണ്ട് നിൽക്കണ്. ഞാൻ പിന്നെ ചിരിച്ച് കാണിച്ചിട്ട് ഇങ്ങ് വന്നു. അവൻ എന്തോ കുഴപ്പമുണ്ടെന്നോ നിൽക്കണം. നോക്ക്, കാര്യമായിട്ട് എന്തോ കുഴപ്പം. ഞാൻ വെള്ളത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ അച്ഛനും ഇവിടെ ഇരിപ്പുണ്ട്. അമ്മതാ കാലൊക്കെ നനച്ചിട്ട് വരുന്നുണ്ട്. അത് തണുത്ത വെള്ളമല്ലേ, നല്ല തണുപ്പ്. ഞാൻ നേരത്തെ കാണിച്ച വായി നോക്കി, നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് കണ്ടോ, അവൻ നിന്ന് കറങ്ങുന്നുണ്ട്. മിക്കവാറും അവൻ നമ്മുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും. കണ്ടോ കണ്ടോ, അതോ വരുന്നു. നമ്മൾ 5 പേരായിട്ടാണെന്നെങ്കിൽ തിരിച്ച് നമ്മൾ 6 പേരായിട്ട് പോകും. നമ്മൾ ചേട്ടനെ കൂടെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഓ കൊണ്ടുപോവാം. പെട്രോളിനുള്ള കാശ് ഹാഫ് ചോദിച്ചാൽ മതി. ശംഭു ചേട്ടാ, ശംഭു ഒക്കെ ഇട്ട് കറക്കണം. നമ്മൾ നല്ലൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. വെറും 200 രൂപയ്ക്കാണ് നമുക്ക് ഈ ബാഗ് കിട്ടിയത്. കൊള്ളാം, അത്യാവശ്യം അടിപൊളിയാണ്. വാച്ചൊക്കെ ഉണ്ട്, ഇവിടെ വാച്ചൊക്കെ നോക്കണം കുറേ. ഇതാണ് നമ്മുടെ ബാഗ്. നമ്മൾ വെള്ളം വാങ്ങിക്കാൻ വരാണ്. ഭയങ്കര ചൂട് കേസ്, എന്നാലും ട്രിവാൻഡ്രത്തിൻ്റെ അത്ര ചൂട് ഇവിടെ ഇല്ല. നിറയെ മസാലയാണ് കഴിച്ചു ഇവിടെ. അമ്മ ഡേറ്റ്സും പിന്നെ മസാലയുടെ ഒരു പാക്കറ്റ്. ഡേറ്റ്സ് ഇവിടെ എന്തെടുത്താലും 20 രൂപയ്ക്ക് നമുക്ക് കുറേ സാധനമുണ്ട്. നമ്മളിത് പുളിമുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം, അത്യാവശ്യം നല്ല രസമുണ്ടല്ലേ കാണാൻ. കുറേ പണ്ടത്തെ മുട്ട. ഇത് എൻ്റെ വായിലിട്ട പൊട്ടിത്തെറിക്കണം, അത് തന്നെ അമ്മ. ഇത് നൊങ്ക് കുടിക്കാൻ ഇറങ്ങിയതാണ്, പക്ഷെ അമ്മയുടെ ഇതായിരുന്നു. ഇവിടെ നൊങ്കിന് റേറ്റ് കുറവാണെന്ന് 100 രൂപ പറഞ്ഞ ഒരു ഗ്ലാസ്സിന്. നമ്മുടെ ഇവിടെ കരമനയിൽ വെറും 40 രൂപയ്ക്ക് ഒരു ഗ്ലാസ് നമ്മൾ കിട്ടും. നമ്മുടെ നൊങ്ക് കുടിക്കണം എന്നുള്ള മോഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഫൈനലി നൊങ്ക് കുടിച്ചു ഗായ്സ്. ഇതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ല. അങ്ങനെ പൊടിമുട്ടയൊക്കെ നമ്മൾ നല്ല രീതിയിൽ കഴിച്ച് ഫുള്ള് സെറ്റായി. പിന്നെ തിരിച്ചു പറഞ്ഞാൽ എല്ലാവരും നല്ല ടയേർഡായിരുന്നുള്ളൂ, എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം അമ്മയൊക്കെ നല്ല സുഖം ഉറക്കമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നു, കാരണം എനിക്ക് വൈകിട്ട് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബൈ.